പൊന്നാനി കുണ്ടുകടവ് പാലത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഗതാഗത നിരോധനത്തിനെതിരെ നാട്ടുകാരും വിവിധ സംഘടനകളും രംഗത്ത്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഗതാഗതം ദുസ്സഹമാകുമെന്നും നാട്ടുകാർ. നിർമ്മാണം പുരോഗമിക്കുന്ന കുണ്ടുകടവ് പാലത്തിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കും മുൻപ് അപ്രോച്ച് റോഡ് പണി നടത്തുന്നതിന്റെ പേരിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുന്നത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കുമെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. പാലത്തിന്റെ 3 സ്പാനുകൾ ഇനിയും പണി പൂർത്തീകരിക്കാനുണ്ട്. സാധാരണഗതിയിൽ പാലം പണി പൂർണ്ണമായും തീർന്നാൽ മാത്രമാണ് അപ്രോച്ച് റോഡിന്റെ പണി ആരംഭിക്കുക. ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് നിലവിലുള്ള റോഡിന്റെ 3/4 ഭാഗവും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സമ്പൂർണ്ണ ഗതാഗതം നിരോധിക്കുന്നത്. റീറ്റെയിൻ വാൾ പണിയുന്നതിനായാണ് റോഡ് തടസ്സപ്പെടുത്തുന്നത്. നിലവിലുള്ള പാലം പണി പൂർത്തീകരിക്കാൻ ഇപ്പോഴത്തെ പണിയുടെ രീതി അനുസരിച്ച് ഈ വർഷം കഴിഞ്ഞാലും തീരാൻ പോകുന്നില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ അപ്രോച്ച് റോഡ് പണി കഴിഞ്ഞാലും പാലം പണി പൂർത്തീകരിക്കാത്തത് കാരണം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. റീറ്റെയിൻ വാൾ വരുന്നത് കാരണം പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം അസാധ്യമാകും. ഫലത്തിൽ ഗതാഗതം നീണ്ട കാലത്തേക്ക് നിലയ്ക്കും. 100 കണക്കിന് സ്കൂൾ ബസ്സുകളാണ് പാലത്തിലൂടെ ദിവസേന കടന്നു പോകുന്നത്. കൂടാതെ യാത്രാ ബസ്സുകളും മറ്റ് അത്യാവശ്യ വാഹനങ്ങളും ഗതാഗതത്തിന് ആശ്രയിക്കുന്നത് ഈ പാലത്തെയാണ്. ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ ഗതാഗതം ദീർഘകാലം നിരോധിക്കുക വഴി വിദ്യാർത്ഥികളും ജനങ്ങളും കൂടുതൽ ദുരിതത്തിലാകാൻ പോവുകയാണ്. ബദൽ സംവിധാനം എന്ന് അധികൃതർ പറയുന്ന BM പാലം വഴിയുള്ള ഗതാഗതം തീർത്തും അപര്യാപ്തമാണ്. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന പാലത്തിന് മുകളിലൂടെയുള്ള യാത്ര കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാക്കാൻ ഇടയാക്കും. പാലം പണി പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷം അപ്രോച്ച് റോഡ് പണിയുക എന്നതാണ് പ്രായോഗികം. അപ്പോൾ അപ്രോച്ച് റോഡ് പണി കഴിഞ്ഞാൽ പുതിയ പാലത്തിലൂടെ ഗതാഗതം നടത്താനും പറ്റും. പാലം പണി കഴിഞ്ഞാൽ വലതുഭാഗത്ത് റീറ്റെയിൻ വാൾ കെട്ടുന്ന സമയത്തും ഇടത് സൈഡിലൂടെ വണ്ടികളെ കടത്തിവിടാൻ പറ്റും. ദേശീയപാതയിൽ നടക്കുന്ന പ്രവൃത്തികൾ ഇതിന് ഉദാഹരണമാണ്. ഈ പ്രായോഗിക രീതി ഒഴിവാക്കി അപ്രോച്ച് റോഡ് ആദ്യം പണിയാൻ റോഡ് അടച്ചിടുന്നത് ജനങ്ങളെ ദീർഘകാലത്തേക്ക് പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നതാണെന്ന് പൗരാവകാശ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. റോഡ് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചിട്ടാൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും MP-ക്കും MLA-ക്കും നിവേദനം പൗരാവകാശ സംരക്ഷണ സമിതി നൽകിയിട്ടുണ്ട്. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.